3 പേര് ആനയെ കാണാൻ പോവുകയാണ്. ഇതിൽ 2 പേര് ആനേനെ അടുത്ത് നിന്ന് ഒരുപാട് കൂടുതലൊക്കെ കണ്ടിട്ടുണ്ട്. ഋഷിക്കുട്ടൻ ഇതിൽ ആനേനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ആനയുടെ അടുത്ത് ഇത്രയും അടുത്ത് നിന്ന് ഈ കാഴ്ച കാണുന്നത്. ആനയെ കണ്ടപ്പോൾ അടുത്ത് വരാനും അതിനെ നോക്കാനൊക്കെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ആനയായിട്ടൊക്കെ ഒരു പരിചയം സംഭരിച്ച് നല്ല ഒരു കൂളായിട്ട് നിന്ന് കാഴ്ച കാണുകയാണ്. എന്തായാലും ഇത്രയും വലിയൊരു മൃഗത്തിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ഒരു ഭയഭക്തിയൊക്കെ നമുക്ക് ഋഷിക്കുട്ടന്റെ മുഖത്ത് കാണാനുണ്ട്. ബാക്കി 2 പേര് എഴുന്നള്ളത്തിനൊക്കെ ആനയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഋഷിക്കുട്ടൻ ഇത്ര അടുത്തായിട്ട് കണ്ടിട്ടില്ല. ഇത്ര അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ആനയെ കാണാൻ വന്നിട്ട് തന്നെ ആനയുടെ അടുത്ത് കൊണ്ട് ഞാൻ ബൈക്ക് നിർത്തിയപ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്ഷേത്രക്കുളം, വീട്ടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആനേനെ ഇവിടെ കെട്ടിയിടുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇത്ര അടുത്തായിട്ട് നിന്ന് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഋഷിക്കുട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ്, മറക്കാൻ പറ്റാത്തൊരു ഭാഗം തന്നെയാണ് ഇത്രയും വലിയൊരു ആനയുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ലതുപോലെ ഈ കാഴ്ച കാണാൻ പറ്റിയത്. ആ പരിസരമൊക്കെ നോക്കിയവൻ ഒരു എന്തു പറയാൻ പേടിയൊക്കെ ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും അടുത്ത് നിന്ന് കാഴ്ച കാണാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം അവന് ഉണ്ടെന്ന് തോന്നുന്നു. മൊബൈലിലുള്ള ഈ ആനയുടെ കാർട്ടൂണും മറ്റു കാര്യങ്ങളൊക്കെ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അതിൽ കൂടി മാത്രമേ ആനയെ കണ്ടിട്ടുള്ളൂ. ഇത്രയും അടുത്തായിട്ട് നേരിട്ട് കാണുന്നത് ഇപ്പം ഈ ആനേറ വലിയുദീശ്വരം ക്ഷേത്രത്തെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് കെട്ടിയപ്പോഴാണ് അവന് കാണാൻ പറ്റിയത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്.